ഈക്വൽ ബ്രോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 20. ഈ ജൂലൈ 20ന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ജൂലൈയിൽ നമ്മുടെ മൂൺ ഡേ അഥവാ ചന്ദ്രദിനം. ഈ പ്രത്യേകിച്ച് നമ്മൾ ഈ മൂൺ ഡേ ആഘോഷിക്കാൻ കാരണം എന്താണ്? അതിപ്പോ നീൽ ആംസ്ട്രോങ് ആദ്യമായിട്ട് ചന്ദ്രനിൽ കാല് കുത്തിയത് ജൂലൈ 20-നാണ്. ഓക്കെ. അപ്പോൾ ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത് ചന്ദ്രനും ഇസ്ലാമും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? രണ്ടാമതായിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണല്ലോ ആദ്യമായിട്ട് നമ്മൾ ചന്ദ്രനിൽ പോയി കാലുകുത്തിയത്. അത് വല്ല മോട്ടീവായ കാര്യത്തിലാണോ, അതോ ഷോ ഓഫ് കാണിക്കാനാണോ, അതോ വേറെ എന്തിനേലും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്നാണ് നമ്മൾ വേറെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചന്ദ്രനും ഇസ്ലാമും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് തന്നെ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. പൊതുവെ നമ്മുടെ ഇസ്ലാമിൽ നമ്പറുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ 6666 ആയത്തുകൾ, 114 സൂറത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് 4 പ്രാവശ്യം വന്നിട്ടുണ്ട്, ആദം നബിയുടെ പേര് 25 പ്രാവശ്യം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കൃത്യമായ കണക്കുണ്ട്. അങ്ങനെ ലിസ്റ്റ് ഞാൻ ഇങ്ങനെ വായിച്ചു പോകുമ്പോഴാണ് കണ്ടത് ചന്ദ്രനെക്കുറിച്ച് ഈ ഏകദേശം 27 തവണ ഖുറാനിൽ ചന്ദ്രനെക്കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ 27 പ്രാവശ്യം. കാരണം അത് വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളിപ്പോൾ ഖുർആനൊക്കെ ഒന്ന് ഓതുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഖമർ എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ ഓതുന്ന ഏകദേശം ആയത്തുകളിലും വരുന്നതാണ്. അപ്പോൾ വായിച്ച സത്യമാവാനാണ് സാധ്യത. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഡെയിലി ഓതുന്ന ഒരു സൂറത്താണല്ലോ സൂറത്ത് യാസീൻ. ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഓതുന്ന ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. അതിലൊരു ആയത്തുണ്ട്, ഞാൻ ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം. അതും ഇതുപോലെ തന്നെ ഈ ചന്ദ്രനെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അതുപോലെ തന്നെ ഖുർആനിൽ വേറൊരു കാര്യത്തെക്കുറിച്ച് നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്, ഈ ഭൂമിക്ക് പുറമെ ഈ വേറെ ഏതെങ്കിലും പ്ലാനറ്റിൽ ഇപ്പോൾ വാസ സൗകര്യം ഉണ്ടെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളോട് ഖുർആൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഖുർആൻ പറയുന്ന വേറൊരു കാര്യമാണ് ചന്ദ്രനെയും സൂര്യനെയും കുറിച്ച് കൂടുതൽ പഠിക്കാനും ഈ ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. പിന്നെ സൂറത്തുൽ അൻആം, സൂറത്തുൽ നഹ്ൽ, സൂറത്തുൽ ബഖറ, ഈ സൂറത്തുകളിലൊക്കെ ഇപ്പോൾ ചന്ദ്രനെ കുറിച്ച് അതുപോലെ സൗരയൂഥത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു ആയത്ത് പോകാൻ പോവാണ്. ആയത്ത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഹുവ അല്ലദീ ഖലഖൽ ലൈല വന്നഹാറ വശംസ വൽ ഖമറ കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. ആയത്തിൻ്റെ ആശയം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു രാത്രിനെയും പകലിനെയും സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചവനാണ്. ഇതിപ്പോൾ സൂറത്തുൽ അംബിയായിലെ 33-ാമത്തെ ആയത്താണ്. ഈ ഒരു ആയത്ത് ഓതുമ്പോൾ നമുക്ക് മനസ്സിലാവും ഖുർആൻ മനുഷ്യനെ ആകാശ ഭൗതിക പഠനങ്ങളിലോട്ട് ക്ഷണിക്കുന്നുണ്ടെന്ന്. അതുപോലെ നമുക്കറിയാവുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഖമർ. ഖമറിൻ്റെ അർത്ഥം തന്നെ ചന്ദ്രൻ എന്നാണ്. നമുക്കൊന്ന് മനസ്സിലാക്കാം ചന്ദ്രന് വേണ്ടി ഒരു സൂറത്ത് തന്നെ ഖുർആൻ ഇറക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഫായിസ് പറഞ്ഞ പോലെ തന്നെ സൂറത്തുൽ ഖമറിലെ വേറൊരു ആയത്തുണ്ട്, ചന്ദ്രനെ രണ്ടാക്കി സ്പ്ലിറ്റ് ആക്കി. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ ചന്ദ്രനും ഭൂമിയും തമ്മിൽ ഏകദേശം ഒരു 3,00,000 സംതിങ് 3,84,400 അത്രയും കിലോമീറ്റർ ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പോൾ 100 km/h ഒരു കാർ എടുത്തിട്ട് 160 ദിവസം കണ്ടിന്യൂസ് ആയി യാത്ര ചെയ്യുന്നതെന്ന് വിചാരിക്കും. അങ്ങനെ മാത്രമേ എനിക്ക് അവിടെ എത്തിപ്പെടാൻ സാധിക്കൂ. അത്രയും ദൂരമുണ്ട്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഭൂമിയും ചന്ദ്രൻ എടുക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഏകദേശം ഒരു 30 ഭൂമിയോളം വെക്കാൻ പറ്റും. അത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഏകദേശം നമുക്കൊരു ഭൂമിൻ്റെ പെരിമീറ്റർ എത്രയായിരിക്കും? ഡയമീറ്റർ കണക്കാക്കുകയാണെങ്കിൽ ഈ ഒരു സംഖ്യ എന്ന് വെച്ചാൽ 3,84,400 എന്ന് പറയുന്ന സംഖ്യേനെ 30 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു 15,000 അല്ലെങ്കിൽ 12,750 ആ ഒരു റേഞ്ചിൽ വരുമായിരിക്കും. അപ്പോൾ അത്രയും ദൂരമുള്ള ചന്ദ്രനെ നമ്മുടെ നബി തങ്ങൾ ഭൂമിയിൽ നിന്ന് രണ്ടാക്കി സ്പ്ലിറ്റ് ആക്കുകയാണ്. അപ്പോൾ അതൊരു വലിയൊരു മുഅ്ജിസത്താണ്. തീർച്ചയായിട്ടും അത് വലിയൊരു മോചിതത്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചലഞ്ച് ചെയ്തിരുന്നു. അവർ ഇത്രയും ദൂരമുള്ള 3,84,400 കിലോമീറ്റർ അപ്പുറമുള്ള സംഭവത്തിനോട് രണ്ടായി പിളർത്തി കാണിച്ചു കൊടുത്താൽ ആയിരക്കണക്കിന് ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് ചെയ്തു, ചലഞ്ച് ചെയ്തു, കാണിച്ചു തന്നാൽ ഞങ്ങൾ ഇസ്ലാം സ്വീകരിക്കാന്നുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിന്ന് നിൽപ്പിൽ തന്നെ പിളർത്തി കൊടുക്കുകയും കുറേ ആയിരക്കണക്കിന് ആളുകൾ ഖുറൈശികളിൽ അവിശ്വാസമില്ലാത്ത ആൾക്കാർ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കാം. നബി തങ്ങളുടെ ഒരു ഏറ്റവും വലിയൊരു മോചിതത്തായി തന്നെ കണക്കാക്കിയ എന്തിനാണ്? ചന്ദ്രനാണ്. അപ്പോൾ ഇസ്ലാമും ചന്ദ്രൻ തമ്മിൽ അത്രയും ഒരു ബന്ധമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇസ്ലാമിനെ ഖുറാനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ വേറൊരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിക് കലണ്ടർ, അറബിക് കലണ്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ അറബിക് കലണ്ടർ, ഹിജറ കലണ്ടർ. നമ്മൾ ഹിജറ കലണ്ടറിലെ എല്ലാ മാസവും അതിൻ്റെ പിറവി, അതിൻ്റെ ഡേറ്റും ഒക്കെ കണക്കാക്കുന്ന നമ്മൾ ചന്ദ്രനെ ബേസ് ചെയ്തിട്ടാണ്.
എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ റമദാൻ്റെ മാസപ്പേർ കാണുന്ന ചന്ദ്രനെ നോക്കിയിട്ടാണ്. അതുപോലെ 2 പെരുന്നാൾ അപ്പൊ നമ്മുടെ ഈ ചന്ദ്രൻ ഇല്ലെങ്കിൽ 2 പെരുന്നാള് തീർച്ചയായിട്ടും ഇല്ലല്ലോ. അങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് അത് വലിയ ചോദ്യമാണ്. അതുപോലെ നമ്മുടെ 5 വക്കത്ത് നിസ്കാരം പോലും ഇപ്പോൾ 3 പേസായിട്ടാണ് സമയമൊക്കെ ശരിയാക്കുന്നത്. അതുപോലെ അതുപോലെ നമുക്കറിയാം ഇസ്ലാമുമായിട്ട് നല്ലൊരു ബന്ധമുള്ള ഒരു ചിഹ്നമാണ് ഇപ്പോൾ ചന്ദ്രക്കല. തീർച്ചയായിട്ടും നമ്മൾ ഈ പള്ളിയുടെ മോൾക്കോടെ കാണുന്നതല്ലേ ഈ അപ്പൊ അതിനൊരു ചന്ദ്രകല. അതുപോലെ ചില മാസങ്ങളുടെ പേര് തന്നെ ചന്ദ്രനുമായിട്ട് ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഈ ചില പറഞ്ഞ ഫൈസറിനെ പോലെ ചില മാസങ്ങളുടെ പേര് ഇപ്പോൾ അതായത് ദുൽഹിജ്ജ, ഷാബാൻ, റമദാൻ ഈ 3 മാസങ്ങളുടെ പേരും ഡിസൈഡ് ചെയ്തിട്ടുള്ളത് ഈ ചന്ദ്രനെ നോക്കിയിട്ടാണ് ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇപ്പോൾ മിനാരങ്ങളുടെ ടോപ്പ് നോക്കുവാണെങ്കിൽ അല്ലേ ചന്ദ്രക്കലയല്ലേ. പല പല പള്ളികളുടെ മുകളിൽ നോക്കിയാൽ ഈ ചന്ദ്രകല, ഈ ചുമരുമ്പോ നോക്കിയാലും ചന്ദ്രകല. നമ്മുടെ ഈ ക്രിസ്ത്യൻസിന് കുരിശത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെയാണ് നമുക്ക് മുസ്ലിങ്ങൾക്ക് ചന്ദ്രകല. ഇതൊക്കെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇസ്ലാമും ചന്ദ്രനും തമ്മിൽ ഇത്രയും ഒരു ബന്ധമുണ്ട്. തീർച്ചയായിട്ടും ഉറപ്പാണ്. നമുക്കിപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ ഇസ്ലാമും ചന്ദ്രനുമായിട്ട് നല്ലൊരു ബന്ധമുള്ളത്. നമ്മൾ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ മാറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരിക. സയൻറ്റിഫിക്കായ കാര്യങ്ങൾ USSRും അമേരിക്കയും തമ്മിൽ കോൾഡ് വാർ നടന്ന ടൈമിൽ അമേരിക്ക പീക്ക് ലെവലിൽ നിൽക്കായിരുന്നു. അപ്പോഴായിരുന്നു USSR ഫസ്റ്റ് സാറ്റലൈറ്റ്, വേൾഡിലത്തെ ഫസ്റ്റ് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തത്. അതിൻ്റെ ഡേറ്റ് കറക്റ്റ് ആയിട്ട് ഡേറ്റ് 1957 ഒക്ടോബർ 4 ഓർമ്മ ശരി. ഓക്കെ. അതിൻ്റെ പേരായിരുന്നു സ്പുട്നിക് 1 പറഞ്ഞിട്ട്. അപ്പോൾ ഓൾറെഡി അമേരിക്കക്ക് ഒരു അടി കിട്ടിയ പോലെ ആയിരുന്നു ആ സംഭവം. അത് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകും. കാരണം ഈ അമേരിക്ക ഈ ആറ്റം ബോംബും പിന്നെന്തോ മൈക്രോവേവ് ഓവൻ അതുപോലെ പോളിയോ വാക്സിൻ അങ്ങനത്തെ കാര്യം കണ്ടുപിടിച്ച ഒരു രാജാവങ്ങനെ പോലെ ഇരിക്കുമ്പോൾ നൈസായിട്ട് നമ്മുടെ USSR ഒരു സാറ്റലൈറ്റിനെ വെച്ചത്. അപ്പോൾ എന്തായാലും ഒരു അമേരിക്ക ഒരു തോറ്റ രീതിയിൽ ഫീൽ ആയിട്ടുണ്ടാവും. അതുപോലെ ആ ഒരു സമയത്ത് നിൽക്കുമ്പോഴാണ് USSR ലോകത്തിൽ ആദ്യമായിട്ട് മനുഷ്യ ചരിത്രത്തിൽ ഒരു മനുഷ്യനെ ബഹിരാകാശത്തിലോട്ട് ഒരു സ്പേസ് ക്രാഫ്റ്റ് വഴി ഒരു മനുഷ്യനെ ബഹിരാകാശത്തോട് USSR വിടുന്നത്. ഒക്കെ കൂടി അപ്പം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പല്ലേ ഓൾറെഡി താഴ്ന്നിരിക്കുന്ന നിലയിൽ പിന്നെ വീണ്ടും ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് മനുഷ്യനെ ചന്ദ്രന് വരുന്നത് ഇറക്കിയപ്പോൾ എന്തായാലും അമേരിക്കക്ക് ഉറപ്പല്ലേ. തീർച്ചയായിട്ടും എന്താപ്പോൾ താഴ്ന്നു പോണ ഒരവസ്ഥ, താഴ്ന്നു പോയ അവസ്ഥയിൽ വീണ്ടും ഒരു അടി കിട്ടിയ പോലെ തന്നെയാണ് ഒരവസ്ഥ. അന്ന് രാത്രി വേറൊരു കാര്യം കൂടി നടന്നിട്ടുണ്ട്. അന്ന് യൂറികാര്യം പോയ അന്ന് രാത്രി തന്നെ നമ്മുടെ അമേരിക്ക അപ്പോളോ എന്ന് പറയുന്ന മിഷൻ 1962 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഏകദേശം ഒരു 17 മിഷനോളം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളാകെ അപ്പോളോ 11 ഒരു 11 മിഷൻ മാത്രമല്ല നമ്മൾ കേട്ടിട്ടുള്ളൂ. അപ്പോളോ 11 മാത്രം കേൾക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നീൽ ആംസ്ട്രോങ്, ബസ് ആൾഡ്രിൻ, മൈക്കൽ കോളിൻസ് ഇവരൊക്കെ ഉണ്ടായിരുന്ന അപ്പോളോ 11 പക്ഷേ അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ ഈ കൂടുതലും അറിയപ്പെടുക ചന്ദ്രനിൽ ഫസ്റ്റ് കാലുത്തിയത് നീൽ ആംസ്ട്രോങ് ആണ്, എന്തായാലും ഉറപ്പാണ്. പക്ഷെ നമ്മൾ ഈ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ബസ് ആൾഡ്രിനെയാണ് കാണുന്നത്. ഈ നീൽ ആംസ്ട്രോങ്ങിന്റെ കാണൽ കുറവാണ്. അതുപോലെ ഈ മൈക്കൽ കോളിൻസ് എന്ന് പറഞ്ഞൊരു പേര് അധികം പോപ്പുലർ അല്ല ജനങ്ങളുടെ ഇടയിൽ. എന്താണെന്ന് വെച്ചാൽ ചന്ദ്രനിൽ ലാൻഡ് ചെയ്തിട്ടില്ല, ഓർബിറ്റിലാണ് ഓർബിറ്റിലാണ്. ഈ നീൽ ആംസ്ട്രോങ് അടക്കം ഏകദേശം കൃത്യം ഒരു 12 ആളുകളെങ്കിലും ചന്ദ്രൻ നടന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇപ്പൊ അപ്പോളോ 8 ഇന്ത്യന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കും കുറെ പ്രൊജക്റ്റ് ഒക്കെ ഉണ്ട്. അതിന്റെ നമ്മൾ ചന്ദ്രയാൻ 1, 2, 3 ഇപ്പൊ ഒന്നാമത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ 2008 വിക്ഷേപിച്ചു. അത് എന്താപ്പോ ചന്ദ്രനിലെ ജലരഹിത പ്രദേശങ്ങൾ കണ്ടുപിടിച്ചു. അതുപോലുള്ളതാണ് ചന്ദ്രനിലെ ചന്ദ്രയാൻ 2. അത് 2018 വിക്ഷേപിച്ചു. പക്ഷെ അത് അവസാന സമയമാകുമ്പോഴത്തേക്കും അതിന്റെ ലാൻഡർ തെറ്റിപ്പോയി. പക്ഷെ ഇപ്പോഴും അതിന്റെ ഓർബിറ്റ് വർക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് ഈ ഇന്ത്യ ചന്ദ്രയാൻ 3 എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം തുടങ്ങുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചന്ദ്രയാൻ 1 ചന്ദ്രയാൻ 2 ഉണ്ടായിരുന്ന പിഴവുകൾ സോൾവ് ചെയ്ത് അവർ ഇതിൽ നിലവിലുള്ളതിനേക്കാൾ വലിയൊരു ദൗത്യമായിരുന്നു അതിൻ്റെ പിന്നിൽ. അപ്പോൾ ചന്ദ്രയാൻ 3 2023 ഇന്ത്യ ലോകത്തെ 4ാമത്തെ രാജ്യമായിട്ട് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തുന്നത്. കൃത്യം ഐ തിങ്ക് വൈകുന്നേരം 6:04 സോഫ്റ്റ്. നമ്മൾ നമ്മുടെ സയന്റിസ്റ്റുമാരൊക്കെ അഭിമാനത്തോടൊക്കെ കണ്ടുനിന്ന കാഴ്ചയായിരുന്നത്. അതുപോലെ തന്നെ അത് വേറൊരു കാര്യമുണ്ട്. ലോകം മുഴുവൻ തന്നെ ലിറ്ററലി ബി ലൈവ് ആയിരുന്നു. കാരണം 650 മില്യൺ ആളുകളായിരുന്നു അന്ന് ഫോണിൽ, റേഡിയോയിൽ, അതുപോലെ TV-യിലായിട്ട് കണ്ടിരുന്നത്. അതുപോലെ തന്നെ വേറൊരു ഇതാണ് ഈ ഒരു ചന്ദ്രയാൻ 3 എന്ന ദൗത്യം സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് 40 ലക്ഷത്തിലധികം ആൾക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഈ എൻജിനീയർമാരായിട്ട്, പൈലറ്റുകളായിട്ട്, ഈവൻ ഇപ്പോഴത്തെ എല്ലാവരും അധികം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇലക്ട്രോണിക്സ്, ഈവൻ AIP പോലുള്ള ആൾക്കാരായിരുന്നു. അപ്പോളോ 11ന്റെ കാര്യം ആലോചിക്കുമ്പോൾ എൻ്റെ മൈൻഡിലോട്ട് വരുന്ന നീൽ ആംസ്ട്രോങ്ങിൻ്റെ ഒരു കോട്ടാണ് പിന്നെ വരുന്നത്.
എന്താ പറഞ്ഞാൽ ദാറ്റ്സ് വൺ സ്മോൾ സ്റ്റെപ്പ് ഫോർ എ മാൻ ബട്ട് എ ജയൻ ലീപ് ഫോർ ഹ്യൂമൻ കൈൻഡ് എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാലുവെപ്പായിരിക്കാം, പക്ഷെ ഒരു മനുഷ്യ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് സമാനതകളില്ലാത്തൊരു കുതിച്ചുചാട്ടമാണ്. നമ്മുടെ ഈ അപ്പോൾ തന്നെ ഈ 11 മുതൽ 17 വരെ ഉണ്ടെങ്കിൽ നമ്മുടെ അതിനിടക്ക് 13 വന്നിട്ടില്ല, 12 കഴിഞ്ഞിട്ട് ഡയറക്റ്റ് 14. അത് കാരണം ഈ 13 പറഞ്ഞ നമ്പറിന് കുറെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ 13 പറയുന്നത് വരാത്തത്. 13-നെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പം നമുക്ക് വേറെ പോഡ്കാസ്റ്റ് തന്നെ ചെയ്യാനുള്ള അത്രയും വലിയൊരു കഥയാണ് അത്. അതുകൊണ്ട് ഇപ്പം നമ്മൾ അത് പറയില്ല. അതുകൊണ്ടാണ് 12 കഴിഞ്ഞിട്ട് 13 ചെയ്യാതെ 12 കഴിഞ്ഞിട്ട് നേരെ 14-ലേക്കാണ് പോയിട്ടുള്ളത്. അതുപോലെ നമ്മൾ നോക്കുമ്പോൾ 1972 അവസാനമായിട്ട് ഒരു മനുഷ്യൻ ചന്ദ്രനിലൂടെ നടന്നത്. അത് ശരിയാണ്. 50-52 വർഷമായിട്ട് ഇതേവരെ ഒരാളും പോയിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ 2017 നാസ പുതിയൊരു പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്, ആർട്ടിമിസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് ചില ഡിലേ കാരണം 2024-ലോട്ടും പിന്നീട് 2026 നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും അത് 2017 വിക്ഷേപിച്ചിട്ട് 2024 പറഞ്ഞിട്ട് റെഡി ആയിട്ടില്ല അല്ലേ? 2026-ലോട്ട് ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തു. പോസ്റ്റ്പോൺ ചെയ്തു. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. പോഡ്കാസ്റ്റ് ആയിട്ട് തന്നെ ചെയ്യാനാണ്.